ഓഹോ, ഇപ്പൊ ഇങ്ങനെ ആയി. എനിക്കിത് കിട്ടണം. നല്ലത് പറഞ്ഞു തരാൻ ശ്രമിച്ച് ഇപ്പൊ കുറ്റായി. ഞാൻ കൊച്ചു കുട്ടിയെന്നല്ല, എനിക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആരുടെയും ഉപദേശം വേണ്ട. സഞ്ജു പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. കുറെ കഴിഞ്ഞ് മനസ്സിൽ ശാന്തമായ ശേഷമാണ് താൻ ചെയ്ത് മോശമാണെന്ന ബോധം അവൾക്ക് വന്നത്. അമ്മയോടുള്ള ദേഷ്യം അവനോട് തീർക്കാൻ പാടില്ലായിരുന്നു. അവൾ ഫോണെടുത്ത് സഞ്ജുവിനെ വിളിച്ചു. അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. സോറി പറഞ്ഞ് മെസ്സേജ് അയച്ച് നോക്കി. അതിനും മറുപടി കിട്ടിയില്ല. അച്ഛന് ശേഷം ജീവിതത്തിൽ ആദ്യമായി വേറൊരു ആണിനെ ഓർത്ത് പ്രതീക്ഷ പൊട്ടിക്കരഞ്ഞു. 4ാമത്തെ ദിവസം ജോലി കഴിഞ്ഞ് ബസ്സിൽ കയറാൻ പോകുമ്പോൾ അരികിലൊരു കാറ് വന്ന് നിന്നു. അതിൽ സഞ്ജു. അവൾക്ക് സന്തോഷവും സങ്കടവും ഒന്നിച്ചു വന്നു. അവനൊന്നും മിണ്ടാതെ കൈയെത്തിച്ച് അവൾക്ക് ഡോർ തുറന്നു കൊടുത്തു. അവൾ കയറി. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചില്ല. കാറ് ബീച്ചിനടുത്തുള്ള ഗ്രൗണ്ടിനരികെ നിന്നു. അവനൊന്നും മിണ്ടാതെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ്. അവസാനം ദുരഭിമാനം വിട്ട് അവൾ അവൻ്റെ ചെവിയിൽ പിടിച്ചു. സോറി സഞ്ജു, അന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഇതാണ് എൻ്റെ പ്രശ്നം. ദേഷ്യമായാലും സന്തോഷമായാലും എക്സ്ട്രീം ലെവലിൽ പോകും. നീ ക്ഷമിക്കും. ഞാനെന്തിന് നിന്നോട് ക്ഷമിക്കണം? ഞാൻ നിന്റെ ആരുമല്ലല്ലോ. ക്ഷമിക്കുന്നു പറഞ്ഞില്ലേ? നിന്റെ ദേഷ്യം അല്ലെങ്കിൽ എന്നെ തള്ളിക്കോ, പക്ഷെ മിണ്ടാതിരിക്കല്ലോ പ്ലീസ്. എനിക്ക് മനസ്സോറും സംസാരിക്കാനും എല്ലാം പങ്കുവെക്കാനും നീ മാത്രമേ ഉള്ളൂ. നീയും കൂടി അവഗണിക്കരുത്. അവൻ അവളുടെ മുഖത്തേക്ക് ആദ്യം കാണുന്ന പോലെ നോക്കിയിരുന്നു. അനിർവചനീയമായ എന്തോ ഒന്ന് ശരീരമാകെ പടരും പോലെ. ഇതുവരെ ആരോടും തോന്നാത്ത എന്തോ ഒന്ന്. പെട്ടെന്ന് അവളുടെ മുഖം തന്നെ മുഖത്തോട് ചേർത്ത് അവളുടെ അധരങ്ങളിൽ ചുംബിച്ചു. ഒരു നിമിഷം പകച്ചുപോയെങ്കിലും അവൾ കുതറി മാറാൻ ശ്രമിച്ചു. പറ്റിയില്ല. കടലിരമ്പം തൻ്റെ ഹൃദയത്തിൽ നിന്നാണെന്ന് അവൾക്ക് തോന്നി. ഇറുക്കി അടച്ച മിഴികളിൽ നിന്ന് അശ്രുബിന്ദുക്കൾ പൊഴിയുവാൻ തുടങ്ങി. വളരെ മനോഹരമായ ഒരു കൊച്ചു വീട്. പാഷൻ ഫ്രൂട്ട് ചെടികൾ കൊണ്ട് മുറ്റത്ത് പന്തലിട്ടിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ബൈക്കിൽ നിന്നിറങ്ങിയ പ്രതീക്ഷ ചോദിച്ചു, ഇതാരുടെ വീടാ? ഞങ്ങളുടെ തന്നെ. പക്ഷേ ഇവിടെ ഇങ്ങനെ താമസിക്കാറില്ല. അമ്മ ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് നഗരത്തിൽ തന്നെ താമസിക്കുന്നു. ഇവിടെ ചിലപ്പോഴൊക്കെ ഞാനും അമ്മയും വന്ന് നിൽക്കും. പടിയടച്ച് പിണ്ണ വെച്ചെങ്കിലും അമ്മയുടെ ഓഹരി കൊടുക്കണമല്ലോ. അങ്ങനെ അമ്മാമ്മയുടെ ദാന ഇത്. വേണ്ട എന്ന് അമ്മ പറഞ്ഞ, പക്ഷെ ഞാൻ വിട്ടില്ല. സഞ്ജു പോക്കറ്റിൽ താക്കോലെടുത്ത് സ്റ്റെപ്പുകൾ കയറി. രാവിലെ ഷോപ്പിലേക്ക് പോവുകയായിരുന്നു പ്രതീക്ഷ. ആ സമയത്താണ് സഞ്ജു ഫോൺ വിളിച്ച് അത്യാവശ്യമായി അവൻ്റെ കൂടെ ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞത്. അവൾ ഷോപ്പിൽ വിളിച്ച് ലീവ് എടുത്തു. അവൻ്റെ കൂടെ ബൈക്കിൽ വരുമ്പോഴൊക്കെ എന്തെന്നില്ലാത്ത ഭയം മനസ്സിനെ അലട്ടിയിരുന്നു. ഇപ്പം അത് ഇരട്ടിച്ചു. ആൾ താമസമില്ലാത്തൊരു വീട്ടിൽ. കയറിവാടോ. വരുന്ന വരട്ടെ നേരി അവൾ അകത്തേക്ക് കയറി. വീട് ഇഷ്ടമായോ? അവൻ അവളുടെ കൈ പിടിച്ച് അവളെ ചുമരിൽ ചാർത്തി നിർത്തി 2 തോളിലും കൈവച്ചു. എന്നിട്ട് കണ്ണുകളിലേക്ക് നോക്കി നിന്നു. സഞ്ജു, എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് ഊഹിക്കാലോ. ആളൊഴിഞ്ഞ വീട്, സുന്ദരിയായ പെൺകുട്ടി, ഒരു പുരുഷൻ. എന്തായിരിക്കും അവൻ്റെ ഉദ്ദേശം? അറിയാം. എതിർക്കണം തോന്നുന്നുണ്ടോ? ഇല്ല, നിനക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഞാനൊരിക്കലും തടയില്ല. നിനക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ആയിക്കോ. അവൾ ഒരു കൈ കൊണ്ട് കണ്ണുനീർ തുടച്ചു. എന്നിട്ട് നിലത്തേക്ക് നോക്കിയിരുന്നു. പ്രതീക്ഷ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അവൾ ഞെട്ടി കണ്ണുറന്നു. അവിശ്വസനീയതയോടെ അവനെ നോക്കി. പോക്കറ്റിൽ നിന്നൊരു ജുവല്ലറി ബോക്സ് എടുത്ത് തുറന്നു. ഒരു സ്വർണ്ണമോതിരം. അത് അവളുടെ വിരലിൽ അണിയിച്ചു. ഇനിയും ഒരു 100 വർഷം എൻ്റെ സുന്ദരിക്കുട്ടി സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവൾ അവനെ നെഞ്ചിൽ മുഖം വെച്ച് കരഞ്ഞു. അയ്യേ, നല്ലൊരു ദിവസമായിട്ട് കരയുന്നു. വാ, ഒരുപാട് പരിപാടിയുണ്ട്. ആദ്യം എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കണം. അതിനുശേഷം ചെറിയ ഷോപ്പിംഗ്. എന്നിട്ട് ഞാൻ ബസ് കയറ്റി വിടാം. അവൾ തലയാട്ടി. വാഷ് ബേസിൽ നിന്ന് മുഖം കഴുകി തുടച്ചു. 2 പേരും പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രതീക്ഷ അവനോട് ചോദിച്ചു, അല്ല, ഇന്നെൻ്റെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ മെൻ്റലിസം പഠിച്ചിട്ടുണ്ട്. തൻ്റെ മനസ്സ് വായിച്ചതാ. തമാശ കാള സഞ്ജു. അവൻ ബൈക്കിൻ്റെ പോക്കറ്റിൽ നിന്ന് അവളുടെ ഐഡൻറ്റി കാർഡ് എടുത്ത് കൊടുത്തു. അന്ന് കാറിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാ. ഇതിലുണ്ടല്ലോ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് നഷ്ടപ്പെട്ടു പോലും അറിഞ്ഞില്ല അല്ലേ? ആ ടവലെടുക്കും ബാഗിൽ നിന്ന് വീണതാവും. താനെന്താ ഇന്ന് പിറന്നാളെന്ന് എന്നോട് പറയാഞ്ഞ്? അങ്ങനെ പിറന്നാളൊന്നും ആഘോഷിക്കാറൊന്നുമില്ല. അമ്മ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഒരു പായസം വെക്കും. കല്യാണക്കാരും പറഞ്ഞ് ഉടക്കിയതിനാലാവും ഇന്ന് അമ്മ ഒന്നും മിണ്ടിയില്ല. സഞ്ജുവിനെ ഫോൺ അടിച്ചു. അവൻ്റെ അമ്മയാണ്. അവൻ ലൗഡ് സ്പീക്കർ ഇട്ടു. ആ പറയമ്മേ, നീ എവിടെയാടാ? ഇവിടെ നമ്മുടെ വീട്ടിൽ. ആ കുട്ടിയുണ്ടോ? ഉണ്ട്. പൊന്നുമാൻ കുരുത്തക്കേടെന്ന് ഒപ്പിച്ചേക്കല്ലേ. പെട്ടെന്ന് അവളെ കൊണ്ടുവിടാൻ നോക്ക്. അയ്യേ, ഛേ, എന്താ പ്രേമികൾ എങ്ങനെയൊക്കെ പറയുന്നത്?